നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂറ്റനാട് വാവനൂർ അഷ്ടാംഗം ആയുർവേദ കോളേജിൽ നടത്തുന്ന നിളയുടെ നാട്ടുവഴികൾ സംവാദ പരമ്പരയുടെ ഭാഗമായി നീളാതീരത്തെ നെയ്ത്തുപാരമ്പര്യം വിഷയത്തിൽ ചർച്ച നടത്തി. ആറങ്ങോട്ടുകര മയിലി നാട്ടറിവ് സംഘം, ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ എന്നിവയുടെ സഹകരണത്തോടെ അഷ്ടാംഗം ആയുർവേദ മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്ന PR കൃഷ്ണകുമാർ സെന്റർ ഫോർ ട്രഡീഷണൽ നോളജ് സിസ്റ്റത്തിന്റെ നേതൃത്വത്തിലാണ് ചർച്ച സംഘടിപ്പിക്കുന്നത്. പഠന പരമ്പര ഓരോ മാസവും 4-ാമത്തെ ശനിയാഴ്ച 2 മണിക്ക് വാവനൂർ അഷ്ടാംഗത്തിൽ നടന്നുവരുന്നു. നിളയുടെ നെയ്ത്തുപാരമ്പര്യം എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ പാരമ്പര്യ കലാകാരൻ സദാനന്ദ പുലവർ, കേരള കലാമണ്ഡലം ഗവേഷക V. അശ്വതി എന്നിവർ വിഷയം അവതരിപ്പിച്ചു. കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയം അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സജി പ്രഭാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. മുളയിലെ നെയ്തിനെക്കുറിച്ച് ഗവേഷണം നടത്തിയ കോഴിക്കോട് കീർത്താഡ്സ് ഗവേഷകൻ ഡോക്ടർ മധു നാരായണൻ ചർച്ചയിൽ മോഡറേറ്ററായി. വയലി ഡയറക്ടർ വിനോദ് തമ്യാർ ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. ഡോക്ടർ ഓം പ്രകാശ് നാരായണൻ, ഡോക്ടർ ജിഷ്ണു നാരായണൻ, രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തനത് അറിവുകൾക്ക് എന്തുകൊണ്ട് ആത്മാഭിമാനത്തോടു കൂടിയിട്ടും അതിലൂടെ എനിക്ക് ആത്മാവിഷ്കാരം കിട്ടുന്ന രീതിയിൽ നമുക്കതിനെ നിലനിർത്താനുള്ള ഒരു സ്പേസ് എന്തുകൊണ്ട് നമ്മുടെ സിസ്റ്റം, നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ സൊസൈറ്റി അതിന് കൊടുക്കുന്നില്ല എന്നുള്ളൊരു സംശയം എനിക്ക് തോന്നാറുണ്ട്. അങ്ങക്ക് അതിന് ഒരു അഭിപ്രായം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഇതിലെ ആത്മാഭിമാനത്തിൻ്റെയും ആവിഷ്കാരത്തിൻ്റെയും പ്രശ്നം പറയുമ്പോൾ ഇപ്പോൾ സ്വർണ്ണകേരളം എന്ന് പറഞ്ഞിട്ട് ജോർജ് വർഗീസിൻ്റെ ഒരു സ്റ്റഡിയുണ്ട്. തൃശ്ശൂരാണ് അദ്ദേഹം ഫീൽഡ് വർക്ക് നടത്തിയത്. ബർഗൻ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ എംപിലിൻ്റെ ഭാഗമായിട്ട് നടത്തിയൊരു സ്റ്റഡിയാണ്. സ്വർണം എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് അതിനെ ആഭരണങ്ങളാക്കുന്ന, ഉൽപ്പന്നങ്ങളാക്കുന്ന ഒരു പ്രവൃത്തി ചെയ്തിരുന്ന ഒരു പ്രത്യേക സമുദായമാണ് വിശ്വകർമ്മജർ എന്ന് പറയുന്ന സമുദായം. സ്വർണം മാത്രമല്ല, പലതരത്തിലുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇന്നും നമ്മുടെ ഒരു സാമൂഹിക ശ്രേണിയിൽ അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയിൽ അവർ ഏത് തരത്തിൽ എവിടെ സ്ഥാനപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള സ്കില്ലിനെ കണ്ടിട്ടുള്ളത് ഒരു കുലത്തൊഴിൽ എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ ജാതി തൊഴിൽ എന്ന അർത്ഥത്തിലാണ്. പക്ഷേ ചരിത്രം പരിശോധിച്ചാൽ തൊഴിൽ അങ്ങനെ ഒരു ജാതിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, അത് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്കില്ല് എന്ന് പറയുന്നത് അങ്ങനെയാണ്. മന്ത്രി MB രാജേഷിന്റെ നേതൃത്വത്തിൽ തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയായ അൻപോടെ തൃത്താലയുടെ ഭാഗമായി കണ്ണടകൾ വിതരണം ചെയ്തു. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. അൻപോടെ തൃത്താലയുടെ ഭാഗമായി മണ്ഡലത്തിൽ നടത്തിയ മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി ക്യാമ്പിന്റെ തുടർച്ചയെന്ന നിലയ്ക്കാണ് കണ്ണടകൾ വിതരണം നടത്തിയത്. 160 കണ്ണടകളാണ് വിതരണം ചെയ്തത്. 14 പേർക്ക് തിമിര ശസ്ത്രക്രിയ നടത്തി. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന അധ്യക്ഷയായി. കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം VP ഷാനിബ ടീച്ചർ, അൻപോടെ തൃത്താല കോർഡിനേറ്റർ ഡോക്ടർ E സുഷമ്മ, സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ദയ പാസ്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. അൻപോടെ തൃത്താല, അൻപ് എന്ന് പറഞ്ഞാൽ സ്നേഹം എന്നാണ് അർത്ഥം. അപ്പോ സ്നേഹത്തോടെ തൃത്താല ചേർത്ത് പിടിക്കുകയാണ് ഈ മണ്ഡലത്തിലെ പാവപ്പെട്ട രോഗികളെ സഹായിക്കാൻ ഉള്ള ഒരു പദ്ധതിയാണ് അൻപോടെ തൃത്താല എന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മള് വലിയ 2 മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. ആദ്യത്തെ മട്ടനാട് സ്കൂളായിട്ട് നമ്മളെ വന്ന ആൾക്കാരാണ്. ഇതുപോലെ ഒരു ക്യാമ്പ് മുമ്പ് കണ്ടിട്ടുണ്ടോ? എറണാകുളം മുതൽ കണ്ണൂർ വരെ കേരളത്തിലെ എല്ലാ പ്രധാന ആശുപത്രികളിലേക്കും നമ്മുടെ കൊണ്ടുവരാൻ പറ്റും. എല്ലാ പ്രധാന ആശുപത്രികളിലേക്കും കൊണ്ടുവരാൻ പറ്റും. സംരക്ഷിക്കാൻ ആരുമില്ലാതെ ആടുകൾക്കൊപ്പം മൃഗതുല്യമായ ജീവിതം നയിക്കുകയാണ് 82-കാരിയായ രാധമുത്തശ്ശി. തിരുമിറ്റക്കോട് മതുപ്പുള്ളിയിലാണ് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിൽ ഇവർ ദുരിതജീവിതം നയിക്കുന്നത്. ഇവര് അന്യനാട്ടിൽ നിൽക്കണുണ്ടെന്നുള്ള സാറേ, 4 പൈസ അമ്മ വയ്യാതായിട്ടും കൂടി അയച്ചു തന്നിട്ടില്ല. അപ്പോഴും വേണം ഞാൻ ഇവിടെ ആട്ടുംകുട്ടികളെ പിടിച്ച് വെക്കുക. ആട്ടുംകുട്ടികൾ അവിടെ ചെന്നിട്ട് ഞാൻ ഒന്ന് തിരിഞ്ഞു നോക്കും. അപ്പോഴേക്കും അങ്ങോട്ട് സങ്കടം. പിന്നെ 2-3 ദിവസം ഞാൻ ഭക്ഷണം കഴിക്കില്ല. അവർ തിരിഞ്ഞോക്കണം നമ്മളെ വിടാൻ പറ്റി. അങ്ങനെ നമ്മുടെ അമ്മേനെ 40 കൊല്ലം കഷ്ടപ്പെട്ടു. മരിച്ചതിൻ്റെ ശേഷം അവർ വന്നുള്ളൂ. ഭയങ്കര കാറ്റും മഴയാണ്. കാറ്റും മഴയും വന്നാൽ ഈ മഴക്കാലൊക്കെ എഴുതിയ സമയത്ത് നമുക്കൊരു സമാധാനം ഇല്ലാതെയാണ്. രാജ്യത്തിൻ്റെ കാര്യം ആലോചിച്ചാൽ നമുക്ക് ഉറക്കം വരില്ല. ആകെ എല്ലായിടത്തും മരങ്ങൾ വീണ്ടും കാറ്റത്തും മഴയത്തും ഭയങ്കരമായിട്ട് മരങ്ങൾ വീണിട്ട്
ആകെ പ്രതിസന്ധിയാണ്. ഈ വഴിയിലാകെ മരങ്ങളാണ്, നിങ്ങൾ കാണുന്നില്ല. ഞാൻ അവനെ വിളിച്ചു, ഞങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളെ കൂട്ടി ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇങ്ങോട്ട് കയറാൻ പറ്റില്ല, ഇവിടെ മരങ്ങൾ വീണ് കിടക്കണം. ഇവരാണെങ്കിൽ ഇവിടെ കറണ്ടില്ലാതെ ഒരു മെഴുകുതിരി കത്തിച്ചിരിക്കുക. വളരെയധികം ഭയാനകമായ നിമിഷങ്ങളെ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമം തോന്നി. ആടുകളുടെ മൂത്രവും വിസർജ്യവും, കാലിത്തൊഴുത്തിന് സമാനമായ അന്തരീക്ഷം, കൂട്ടിന് അതിരൂക്ഷമായ ദുർഗന്ധവും, ഇവയ്ക്കിടയിൽ ആരോരുമില്ലാതെ ആശ്രയമറ്റ് ദിവസങ്ങൾ എണ്ണിത്തീർക്കുന്ന ഒരു മുത്തശ്ശിയും, തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ 14-ാം വാർഡായ മധുപ്പുള്ളിയിലെ മങ്ങാട്ട് ഞാലിൽ രാധികയുടെ വീട്ടിലെത്തിയാൽ കാണുന്ന കാഴ്ചകളാണിവ. താങ്ങായും തണലായും കൂടെയുണ്ടായിരുന്ന അമ്മയുടെ മരണത്തോടെ ഏതാനും വർഷങ്ങളായി രാധ ഏകാന്ത ജീവിതം നയിച്ചു വരികയാണ്. ബന്ധുക്കളെല്ലാം ഇതര സംസ്ഥാനങ്ങളിൽ താമസമാക്കിയതോടെ രാധമുത്തശ്ശി തീർത്തും അനാഥയായി. വാർദ്ധക്യ സഹജമായ അവശതകൾ അലട്ടി തുടങ്ങിയതോടെ ഇവരുടെ ജീവിതവും നരകതുല്യമായി. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും നാട്ടുകാരെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ്. നിലവിൽ കൂടെയുള്ള ആടുകളുടെ കൂടെ മൃഗതുല്യമായ ജീവിതമാണ് ഇവർ നയിച്ചു വരുന്നത്. ഞാൻ ചെറുപ്പം മുതൽക്ക് 1-ാം ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചിട്ട് 2-ൽ കൊണ്ട് ചേർത്തുമ്പോൾ ദാക്ഷേനെ അച്ഛനേട്ടനെ തന്നെ പോയതാ. 10 പറയ്ക്ക് സ്ഥലം പുറമ്പ് വീട്ടമ്പര് കളഞ്ഞു നോക്കണ്ടേ. ആ പുറമ്പ് നമുക്ക് ഒന്നുമില്ല. അമ്മയെ നോക്കാൻ അവർ വന്നില്ല. 14 കൊല്ലം 40 കൊല്ലം വയ്യാതെ കിടന്നു. 14 കൊല്ലം വായ കൊടുത്തിട്ട് ആസ്പത്രിക്ക് പോകാനും ഞാൻ തന്നെ കൂലിക്കാരെ അമ്മയ്ക്ക് തുണയ്ക്ക് വിളിച്ചാക്കിയിട്ടേ പോയി. ഇപ്പം എനിക്ക് ശ്വാസം മുട്ടിട്ട് വയ്യ, കാലും അടിക്കടിക്ക് നീര് വരുന്നുണ്ട്. ആരും വരുന്നില്ല, വിളിച്ച വിളി കിട്ടുന്നില്ല. പിന്നെ ചിലപ്പോഴേലും കിട്ടും പണം അടയ്ക്കണം. വാർഡ് മെമ്പർ മൊയ്തുണ്ണിയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് ഭക്ഷണം നൽകി വരുന്നത്. ബന്ധുക്കൾ ഇവരെ സംരക്ഷിക്കാൻ തയ്യാറാവുന്നില്ലെന്ന ആരോപണമാണ് നാട്ടുകാർക്കുള്ളത്. ഇവർക്ക് മക്കളില്ല, ഇവരുടെ സഹോദരന്മാരുടെ മക്കളാണ്. അവരെല്ലാവരും കർണാടകയിലാണ്. ഞാനൊരു പ്രാവശ്യം ഇവരൊക്കെ വിളിച്ചു വരുത്തി, അവരോട് വന്ന് നോക്കി പോയി എന്നല്ലാതെ ഇവരെ സംരക്ഷിക്കാനോ അവരെ നോക്കാനോ അവർ തയ്യാറില്ല. അവർ ഈ സ്ഥലങ്ങൾ വിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ പൈസ എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നല്ലാതെ ഇവരാണെങ്കിൽ ഒന്നിനും തയ്യാറില്ല. ഇവരുടെ അച്ഛൻ, ഇവരുടെ അമ്മ ഇവരോട് പറഞ്ഞിരിക്കുന്ന ഈ വീട് വിട്ട് ഇറങ്ങരുത്, നമ്മുടെ ഈ വീട്ടിൽ തന്നെ വേണം എന്നാണ് ഇവരോട് പറഞ്ഞത്. ആ ഒരു പഴയ കാല ഇവരുടെ അച്ഛൻ്റെ വാക്ക് കേട്ട് അല്ലെങ്കിൽ അമ്മയുടെ വാക്ക് കേട്ട് ജീവിക്കണം. ഇവരുടെ നരകതുല്യമായ ജീവിതം കണ്ടെങ്കിലും ബന്ധുക്കൾ ഇവരുടെ സംരക്ഷണം ഏറ്റെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വളരെയധികം ദുഃഖം തോന്നും ഇവരുടെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ. ഇവരെ സംരക്ഷിക്കാൻ ഏതൊക്കെ രീതിയാണ് അവലംബിക്കേണ്ടതെന്നുള്ള ഒരു രൂപമില്ല. പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റാവുന്നതൊക്കെ ഇവർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരുടെ കുടുംബം, ഇവരുടെ സഹോദരന്മാരുടെ മക്കൾ തയ്യാറായാൽ ഇവരെ രക്ഷപ്പെടുത്താൻ കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിനെ കൊടിയേറി. ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയും കാലം ചെയ്ത പത്രോസ് മോർ ഒസ്താസ്തിയോസ് മെത്രാപ്പൊലീത്തായുടെ 3ാമത് ശ്രാദ്ധവും ആചരിച്ചു. തുടർന്ന് വികാരി ഫാദർ ബിജു മൂങ്ങാങ്കുന്നേൽ പെരുന്നാൾ കൊടിയേറ്റം നടത്തി. സെപ്റ്റംബർ 1 മുതൽ 8 വരെയാണ് ദൈവമാതാവിന്റെ മധ്യസ്ഥത യാചിച്ചുള്ള 8 നോമ്പാചരണം നടക്കുന്നത്. 8 ദിവസങ്ങളിലും രാവിലെ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, പകൽ ധ്യാനയോഗം, വൈകിട്ട് സന്ധ്യാനമസ്കാരം, ഗാന ശുശ്രൂഷയും 43ാമത് 8 നോമ്പ് സുവിശേഷ മഹായോഗവും 5-ാം തീയതി രാത്രി മുട്ടുകുത്തൽ വഴിപാടും എന്നിവ നടക്കും. 7-ാം തീയതി രാത്രി 7-ന് പ്രസിദ്ധവും ഭക്തിനിർഭരവുമായ 8 നോമ്പ് റാസ, ദൈവമാതാവിന്റെ വിശുദ്ധ സുനോറ വണക്കം, അത്താഴ സദ്യ എന്നിവ നടക്കും. സമാപന ദിവസം 8-ന് കുര്യാക്കോസ് മോർ യൗസേബിയോസ് മെത്രാപ്പൊലീത്ത കുർബാനയർപ്പിക്കും. പ്രദക്ഷിണം, നേർച്ച സദ്യ എന്നിവയോടെ പെരുന്നാൾ സമാപിക്കും. ശനിയാഴ്ച രാത്രി പെരുന്നാളിന് മുന്നോടിയായി ഒരുക്കധ്യാനവും നടത്തി. പെരുന്നാളിന് വികാരി ഫാദർ ബിജു മൂങ്ങാങ്കുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള 51-അംഗ കമ്മിറ്റി നേതൃത്വം നൽകും. പട്ടാമ്പി കീഴായൂരിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നിരവധി പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. കീഴായൂർ EMS കലാസമിതി വായനശാലയുടെ നേതൃത്വത്തിലാണ് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പട്ടാമ്പി കോസ്മിക് ക്ലിനിക്കുമായി സഹകരിച്ചായിരുന്നു ക്യാമ്പ്. കീഴായൂർ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. EMS കലാസമിതി വായനശാല എന്നും വ്യത്യസ്തമായ പരിപാടികൾ കാഴ്ചവെച്ചുകൊണ്ട് വായനശാലയുടെ വായനയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ മറ്റെല്ലാ മേഖലകളിലേക്കും കടന്നുകൊണ്ട് നിരവധിയായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. രക്തദാന ക്യാമ്പ്, അതുപോലെ ഇത് 2ാമത്തെ പ്രാവശ്യമാണ് മെഡിക്കൽ ക്യാമ്പ് വയ്ക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ ക്യാമ്പ് വയ്ക്കുന്നതോട് ഉദ്ദേശം തന്നെ അവർക്ക് സൗജന്യമായി മരുന്ന് ലഭിക്കുന്നുണ്ട്, അത്യാവശ്യം മരുന്ന് ലഭിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് മരുന്നിൻ്റെയൊക്കെ വില എന്ന് പറയുന്നത് നമുക്കറിയാൻ സാധിക്കും, പുറമെന്നൊക്കെ ഒരു മരുന്ന് വാങ്ങുമ്പോഴത്തെ അവസ്ഥ. അപ്പോൾ അതുകൂടെ ഇതിനോടൊപ്പം വിതരണം ചെയ്യുകയാണ്. സാധാരണക്കാരായ നമ്മുടെ ഈ ഗ്രാമപ്രദേശത്തുള്ള ആളുകൾ സാധാരണക്കാരായ ആളുകളാണ്. ആ ആളുകളെ
സംരക്ഷിക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് നമ്മുടെ വായനശാല ശ്രമിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കോസ്മിക് ക്ലിനിക്ക് നമ്മുടെ ഡോക്ടർമാർ നല്ല പ്രശസ്തമായ ഡോക്ടർമാരാണ്. ഡോക്ടർ ശ്രീലക്ഷ്മി ശിശുരോഗ വിദഗ്ധ, നല്ല പേര് കേട്ട ഡോക്ടർ തന്നെയാണ്. അതോടൊപ്പം തന്നെ മുഹമ്മദ് വിശാൽ എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു ഏത് ഡോക്ടർ അവിടെ ഉണ്ടെന്ന് വെച്ചപ്പോൾ വിശാലാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നല്ല ഡോക്ടറാണെന്ന് അപ്പം പറഞ്ഞു, ഇപ്പോഴും ചെല്ലുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ഒരു മാന്യമായ പെരുമാറ്റം അതൊക്കെ തന്നെയാണ് നമ്മൾ ഡോക്ടർമാരിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഡോക്ടറുടെ സേവനം തീർച്ചയായും നല്ല സൗജന്യമായി നമുക്ക് ലഭിക്കുന്നത് പ്രയോജനപ്പെടുത്തണമെന്ന് കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. സ്ഥിരസമിതി അധ്യക്ഷൻ എൻ രാജൻ അധ്യക്ഷനായിരുന്നു. സ്ഥിരസമിതി അധ്യക്ഷ ആനന്ദവല്ലി, എസ് വിജയൻ, പി കൃഷ്ണകുമാർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വിവിധ വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചു. നിരവധി പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. കാൽനൂറ്റാണ്ട് കാലമായി ചെണ്ടയുടെ താളത്തിൽ തന്റെ ജീവിതം സമർപ്പിച്ച ചാലിശ്ശേരി സ്വദേശി PJ പ്രജോഷിന് യുവവാദ്യ പ്രതിഭാ പുരസ്കാരം ലഭിച്ചത് ഗ്രാമത്തിന് അഭിമാനമായി. കേരള ക്ഷേത്രവാദ്യകലാ അക്കാദമി യുവവാദ്യ പ്രതിഭാ പുരസ്കാരത്തിനാണ് പ്രജോഷ് അർഹനായത്. ഗുരുവായൂർ മേഖല ഉൾപ്പെടുന്ന കുന്നംകുളം, കടവല്ലൂർ, കാട്ടക്കമ്പാൽ, ചാലിശ്ശേരി, പോർക്കുളം, കടങ്ങോട്, നാഗലശ്ശേരി, തിരുമിറ്റക്കോട് എന്നീ പഞ്ചായത്തുകളിൽ നിന്നാണ് പ്രജോഷിനെ യുവ വാദ്യപ്രതിഭയായി തെരഞ്ഞെടുത്തത്. തൃശൂരിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്ര വാദ്യകലാ അക്കാദമി സംസ്ഥാന പ്രസിഡന്റ് പുൽപ്പള്ളി വാസുവാര്യർ പുരസ്കാരം സമർപ്പിച്ചു. 12ാം വയസ്സിൽ മുലയമ്പറമ്പത്ത് ക്ഷേത്രത്തിൽ വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായരുടെ ശിക്ഷണത്തിലാണ് ചെണ്ട പഠനം പഠിച്ചതെന്നും തൃപ്പങ്ങോട് പരമേശ്വരൻ മാരാർ, ഇരിങ്ങപ്പുറം ബാബു എന്നിവർ ചെണ്ടയിൽ മികച്ച പരിശീലനം നൽകിയ ഗുരുക്കന്മാരാണെന്നും പ്രജോഷ് പറഞ്ഞു. കഥകളി കലാകാരനായിരുന്ന മുത്തശ്ശൻ കേളുണ്ണി നായരോടൊപ്പം പലപ്പോഴും മുലയമ്പറമ്പത്ത് ക്ഷേത്രത്തിലേക്ക് പോകുമായിരുന്നു. അവിടുത്തെ ഉത്സവങ്ങളിൽ മുഴങ്ങുന്ന വാദ്യമേളങ്ങളുടെ താള മാധുര്യമാണ് ബാല്യകാല മനസ്സിൽ ചെണ്ടവാദ്യത്തോട് ഏറെ ഇഷ്ടം തോന്നിച്ചത്. ചാലിശ്ശേരി മുലയമ്പറമ്പത്ത് അമ്പലത്തിൽ പോക്ക് തുടങ്ങിയിട്ടാണ് എനിക്ക് ഒട്ടു പഠിക്കാൻ ഒരു ആഗ്രഹം വന്നു തുടങ്ങി. അത് 12ാം വയസ്സ്, 8 വയസ്സ് മുതൽ ഓർമ്മ വെച്ച കാലം മുതൽ അമ്പലത്തിൽ പോക്ക് തുടങ്ങി. അപ്പോൾ അവിടുത്തെ ചുറ്റുവിളക്കിൻ്റെ മേളവും തായമ്പിയൊക്കെ കണ്ടിട്ടാണ് ഇങ്ങനെ കൊട്ടിനോടുള്ളൊരു കമ്പം തുടങ്ങി. പിന്നെ അവിടുന്ന് പഠിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയി. ഇപ്പോൾ 25 വർഷമായി ഈ ചെണ്ടവാദ്യ കലാരംഗം. പഠന കാലയളവിൽ പെരിങ്ങോട് പഞ്ചവാദ്യ സംഘത്തോടൊപ്പം കലാരംഗത്ത് പ്രവേശിച്ചു. സംസ്ഥാന കലോത്സവത്തിൽ പെരിങ്ങോട് പഞ്ചവാദ്യ സംഘത്തിൽ 1ാം സ്ഥാനം നേടിയ ടീമിൽ അംഗമായത് ജീവിതത്തിലെ അഭിമാനകരമായ നേട്ടമായി. സ്കൂൾ കാലഘട്ടത്തിലും ക്ഷേത്രവേദികളിൽ അരങ്ങേറ്റം നടത്തി ആത്മവിശ്വാസം നേടിയെടുത്തു. സ്വന്തം കഴിവും സമർപ്പണവും അടുത്ത തലമുറയെ വളർത്തുന്നതിൽ സജീവമായതോടെ ഗുരുവിന്റെ സ്ഥാനവും നിറവേറ്റുന്ന 37കാരൻ വാദ്യകലയുടെ പാരമ്പര്യം പിന്തുടരുകയാണ്. പെരുമ്പിലാവ് ആൽത്തറ അയ്യപ്പൻകാവ്, പുറ്റേക്കര നെയ്തലക്കാവ് ക്ഷേത്രം, പെരിങ്ങോട് അയ്യങ്കുളങ്ങര ക്ഷേത്രം എന്നിവിടങ്ങളിലും ചാലിശ്ശേരി സഹയാത്രാ ഭിന്നശേഷി കുട്ടികൾക്കും ചെണ്ടവാദ്യത്തിൽ പരിശീലനം നൽകി വരുന്നുണ്ട്. ഇതുവരെ 50ൽ പരം വിദ്യാർത്ഥികൾ പ്രജോഷിന്റെ കൈകളിൽ നിന്നും ചെണ്ടയുടെ താളപാഠങ്ങൾ സ്വന്തമാക്കി അരങ്ങേറ്റം കുറിച്ചു. കഴിഞ്ഞ 20 വർഷമായി ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് വാദ്യ കലാക്ഷേത്ര സംഘത്തിലെ അംഗം കൂടിയാണ് ഏവരും സ്നേഹത്തോടെ പ്രജു എന്ന് വിളിക്കുന്ന പ്രജോഷ്. മഹാരാഷ്ട്ര, രാജസ്ഥാൻ, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലും മേളം അവതരിപ്പിച്ചിട്ടുണ്ട്. അമ്മ ഉഷാദേവിയും കുടുംബവും സുഹൃത്തുക്കളും ശിഷ്യരും ഗ്രാമവും പുരസ്കാര നിറവിന്റെ ആഹ്ലാദത്തിലാണ്. ചാലിശ്ശേരി ആലിക്കര പറയത്ത് വളപ്പിൽ ജയചന്ദ്രൻ ഉഷാദേവി ദമ്പതികളുടെ മകനാണ്. സഹോദരൻ പ്രശാന്തും ചെണ്ട കലാകാരനാണ്. അങ്കണവാടി അധ്യാപിക സൗമ്യ ഭാര്യയാണ്. ലോഹിത്, ലാർബിക, ലക്ഷിത് എന്നിവർ മക്കളാണ്. അന്തരിച്ച നാടൻപാട്ട് കലാകാരൻ രതീഷ് തിരുവരങ്കന്റെ സ്മരണാർത്ഥം കൂറ്റനാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തിരുവരങ്കൻ ഫോക്ക് അക്കാദമിയുടെ നേതൃത്വത്തിൽ നാടൻ കലാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച നാട്ടാശാന്മാർക്ക് നൽകിവരുന്ന പൺകൾ പുരസ്കാര സമർപ്പണവും ഫോക്ലോർ ദിനാചരണവും നടത്തി. നാഗലശ്ശേരിയിൽ നടന്ന പരിപാടി കവിയും സിനിമാ ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാഹിദ റിയാസ് അധ്യക്ഷത വഹിച്ചു. പാട്ടുകാരനും നാടൻ കലാ ഗവേഷകനുമായ പ്രദീപ് ആറങ്ങോട്ടുകര മുഖ്യപ്രഭാഷണം നടത്തി.
ഗായിക നൈന ഫെബിൻ ഫോക്ലോർ ദിന പ്രഭാഷണം നടത്തി. പൺകൾ പുരസ്കാര ജേതാവ് മലവാഴിയാട്ടം കലാകാരൻ തിപ്പിലശ്ശേരി മണികണ്ഠനെ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ശില്പവും പ്രശസ്തിപത്രവും നൽകി ആദരിച്ചു. നാടക പ്രവർത്തകൻ വിജയൻ ചാത്തന്നൂരിനും പാട്ടുകാരൻ ദിലീപ് പട്ടാമ്പിക്കും തിരുവരങ്കന്റെ സ്നേഹമുദ്ര സമർപ്പിച്ചു. പൺകൾ പുരസ്കാര ശില്പം നിർമ്മിച്ച മനോസോഭാനത്തെ പൊന്നാടയണിയിച്ചു. GHSS പ്രധാനാധ്യാപകൻ അനിൽകുമാർ, സുബ്രഹ്മണ്യൻ പുല്ലൂടിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവരങ്കൻ ഫോക്ക് അക്കാദമിയുടെ ഡയറക്ടറായ ജയൻ വാവന്നൂർ സ്വാഗതവും ഭവ്യശ്രീ നന്ദിയും പറഞ്ഞു. തുടർന്ന് കണ്ണകി കൈകുട്ടികളി സംഘത്തിന്റെ വീരനാട്യവും തിരുവരങ്കൻ ഫോക്ക് അക്കാദമിയിലെ കലാകാരന്മാരുടെ പാട്ടുമേളവും അരങ്ങേറി. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.